മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിൽ ക്രമക്കേട് 262 കോടി രൂപ സഞ്ചിത ഫണ്ടിലേക്ക് ക്രമരഹിതമായി മാറ്റി 2024-25 വർഷത്തെ CAG റിപ്പോർട്ട് നിയമസഭയിൽ വെച്ചു. എസ് വിനേഷ് കുമാർ തിരുവനന്തപുരത്തുണ്ട് വിവരങ്ങളുമായി. വിനേഷ്, ഏത് തരത്തിലുള്ള ക്രമക്കേടാണ് ദുരിതാശ്വാസ ഫണ്ടിൽ ഉണ്ടായിരിക്കുന്നത്? എന്താണ് CAG റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? 2024-2025 CAG റിപ്പോർട്ടാണ് ഇപ്പോൾ നിയമസഭയിൽ വെച്ചിട്ടുള്ളത്. ഇതിനകത്താണ് പറയുന്നത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്ന 262 കോടി രൂപ സഞ്ചിത ഫണ്ടിലേക്ക് വകമാറ്റി എന്നാണ് ഇത് സംബന്ധിച്ചുള്ള രേഖകളിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇതിൽ ഈ 262.06 കോടിയാണ് വരുന്നത്. ഇത് സഞ്ചിത നിധിയിലേക്ക് ക്രമരഹിതമായാണ് എത്തിച്ചതെന്ന് പറയുന്നു. ഇതാണ് ഓഡിറ്ററുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത് സംസ്ഥാനത്തിൻ്റെ റവന്യൂ കമ്മിയും ധനക്കമ്മിയും കുറച്ചു കാണിക്കുന്നതിന് ഉപയോഗിച്ചു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളും ഇതിനകത്ത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ 3511.62 കോടിയുടെ നിറവേറ്റാത്ത ബാധ്യതകൾ കൂടി ഇതിനകത്ത് പറയുന്നുണ്ട്, ഈ കണക്കുകളിൽ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ പ്രധാനമായും ഈ കാര്യം തന്നെ മുഖ്യമന്ത്രി ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യം തന്നെയാണ് പ്രധാനമായി പറയുന്നത്. അതുപോലെ തന്നെ ധനക്കമ്മിയും അതുപോലെ തന്നെ റവന്യൂ കമ്മിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത്, അതായത് 2024-2025 കണക്കാണിപ്പോൾ നിയമസഭയിൽ വെച്ചിരിക്കുന്നത്. ഇതിലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിരിക്കുന്ന 262 കോടി രൂപ ക്രമരഹിതമായി സഞ്ചിത നിധിയിലേക്ക് വകമാറ്റി എന്നുള്ള കാര്യം ഉള്ളത്. ജി കെ വിനേഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.